കൂട്ടുകാരെ, ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ജാപ്പനീസ് മെത്തേഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാലോ. ആദ്യം 1 ഡിജിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഡിജിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുകയാണ് കൂട്ടുകാരെ. ആദ്യം ഇവിടെ 5 ഇതുണ്ട്, 5 ഇവിടെ 5 നമ്മൾ ആദ്യം 5 ലൈൻസ് വീതം വരയ്ക്കും. ആദ്യം നമ്മൾ ഹൊറിസോണ്ടലിലായിരിക്കും വരയ്ക്കുന്നത്. ഇത് ഈ ഭാഗത്തുള്ള 1 2 3 4 5 5 നമ്മൾ ഇങ്ങനെ വരച്ചു കൂട്ടുകാരെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് 5 വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. 1 2 പിന്നെ ഈ നടുക്ക് കൂടെ ഒരു വര വെച്ചേക്കാം. 3 4 5 ആകുമ്പോൾ 1 നമുക്ക് എന്നിട്ട് ഇവിടെ ഡോട്ട് വേണം എത്തുകൊണ്ട് പോകാം. അതാ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 എന്നാണ് ആൻസർ കിട്ടുക. നോക്കൂ, 25 എന്നാണ് ആൻസർ കിട്ടുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ 2 ഡിജിറ്റിലേക്കാണ് പോകുന്നത്. ഈ 13 × 13 ആകുമ്പോൾ ആദ്യം ഈ 1 മാറ്റി വരയ്ക്കണം, ഒരു ലൈൻ. എന്നിട്ട് ഈ 3 താഴോട്ട് വരയ്ക്കണം. നോക്കൂ, ഞാൻ മാറ്റി വരയ്ക്കുവാണ്. 3 1 മാറ്റി വരയ്ക്കണം. 1 2 3. എന്നിട്ട് ഇതേ കൂത്ത് തന്നെ ഞാൻ പറഞ്ഞ അതേ അപ്പുറത്തെ കൂത്ത് തന്നെ 1. ഇവിടെ തൊന്നില് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് 3 മാറ്റി വരയ്ക്കണം. ഇതിൻ്റെ കൂത്ത്, ഹൊറിസോണ്ടലിൻ്റെ കൂത്ത് 3 സ്ട്രെയിറ്റ് ആക്കി മാറ്റി വരയ്ക്കണം. നോക്കണം, 1 2 3 ലൈൻ കൂട്ടുകാരെ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തെ നമ്മൾ അങ്ങനെ തന്നെ എഴുതും. 1 2 3 4 5 6 7 8 9. ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഭാഗത്ത്. എന്നിട്ട് ഈ ഭാഗമല്ലേ ഇവിടത്തെ ഇതും പിന്നെ ഇവിടെ വരുന്ന ഇതും കൂടെ നമ്മൾ കൂട്ടണം. ഈ 1 2 3 4 5 6 കൂട്ടണം. ഇപ്പോൾ 3 1 2 3 1 2 3 ആകുമ്പോൾ 3 + 3 6. അത് ഇങ്ങനെ എഴുതാറ്, ഇങ്ങോട്ട് എഴുതാൻ ഒക്കത്തില്ല, ഇങ്ങനെ എഴുതാൻ ഒക്കത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു ലൈനുണ്ടോ, അത് ഇങ്ങനെ വരും. ഇതും ക്രോസ് ആയിട്ട് എഴുതിയില്ല, ഇതും പക്ഷെ ക്രോസ് ആയിട്ട് വരും 1. അപ്പോൾ 169 എന്നാണ് കിട്ടുന്നത്. 169 എന്നാണ് കിട്ടുന്നത്. കൂട്ടുകാർക്ക് ഇതൊക്കെ മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 1 ഡിജിറ്റ് സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷേ ഈ 2 ഡിജിറ്റാണ് നിങ്ങൾക്ക് പാട്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.